പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ചുരിപ്പെടുമാറാകട്ടെ. ആമീൻ. എത്ര അത്ഭുതകരമാണെന്ന് നോക്കി. സത്യത്തിൽ മദർ തെരേസയുടെ ജീവിതം വലിയൊരു ദുരന്തമാകേണ്ടതാണ്. ഏതാണ്ട് കൗമാരത്തിലേക്ക് കാലമൂന്നുന്ന കാലത്ത് പിതാവ് മരിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ ആഗ്നസ് എന്ന് പറയുന്ന പിൽക്കാലത്തെ മദർ തെരേസയും അമ്മയും ഇളയ സഹോദരിയും വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെട്ടത് പിതാവും മാത്രമല്ല, വീടിൻ്റെ സാമ്പത്തിക സൗകര്യങ്ങൾ സകലതും നശിച്ചു പോയിരിക്കുന്നു. അതൊരു വലിയ ദുരന്തമാണ്. പക്ഷെ ആ ദുരന്തത്തിൽ നിന്ന് പിറവിയെടുത്തതാണ് മദർ തെരേസ എന്ന് പറയുന്ന വിശുദ്ധ. നമ്മളൊക്കെ ലോകത്ത് അനേകം ദുരന്തങ്ങൾ കണ്ടവരാണ്. ഈ ദുരന്തങ്ങളൊക്കെ വലിയ ദുരന്തങ്ങളിലേക്കും വലിയ പതനങ്ങളിലേക്കും കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളതല്ലാതെ വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമായതായിട്ട് നമ്മളൊന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ചിലരെ സംബന്ധിച്ച് ദുരന്തങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലാകുന്നതും മറ്റു ചിലരെ സംബന്ധിച്ച് ദുരന്തങ്ങൾ വലിയ ദുരന്തങ്ങളുടെ ഗുഹാ കവാടങ്ങളാകുന്നതും? ഉത്തരം ബൈബിൾ തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ അത് വളരെ വിശദമായി പറയുന്നുണ്ട്. യോസേഫിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൊന്നാണത്. യോസേഫ് അടിമയായി വിൽക്കപ്പെട്ടു. നമുക്ക് ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ്. യോസേഫ് പിന്നീട് മിസ്രൈമിലെ മന്ത്രിയായി, സർവാധികാരിയായി. ആ സമയത്ത് യോസേഫിന് വലിയൊരു തിരിച്ചറിവുണ്ടായി. തൻ്റെ സഹോദരന്മാർ വന്നപ്പോൾ 45-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോസേഫ് അത് നന്നായിട്ട് പറയുന്നുണ്ട്. യോസേഫിനെ കണ്ട് സഹോദരന്മാരാകപ്പാടെ പരിഭ്രമിച്ചു. അടിമയാക്കി വിറ്റവൻ ഇന്ന് അധികാരിയാണ്, സർവാധികാരിയാണ്. അവൻ്റെ കാരുണ്യത്തിലാണ് ജീവിതം നിൽക്കുന്നവർക്കറിയാം. അവൻ വിചാരിച്ചാൽ കൊല്ലാൻ പറ്റും, മരണം വരെ തടവിലിടാൻ പറ്റും, ഭീകരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റും. അവർ പേടിച്ച് വിറച്ച് മരിച്ചതുപോലെ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞ് യോസേഫിനെ സമാധാനിപ്പിച്ചാൽ പോലും ഫറവോ രാജാവ് വെറുതെ വിടില്ല. ഇത്രയും ദിവ്യനായ ഒരു മനുഷ്യനെ അടിമയാക്കിയവരെ ഫറവോ വെറുതെ വിടില്ല. മരിച്ചു, ഭീകരമരണം ഉറപ്പാക്കിയവർ നിൽക്കുമ്പോൾ യോസേഫ് എന്താ പറയുന്നത്? അയ്യോ, നിങ്ങൾ ഭയപ്പെടല്ലേ, നിങ്ങൾ പേടിക്കല്ലേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ. ഇതൊന്നും നിങ്ങൾ ചെയ്തതല്ല, ദൈവം ജീവരക്ഷയ്ക്കായി ഒരുക്കിയ പദ്ധതിയാണ്. അപ്പോൾ ദുരന്തങ്ങളെ എങ്ങനെ അനുഗ്രഹമാക്കാം എന്നതിൻ്റെ ആദ്യത്തെ ഉത്തരം ഇതാണ്. ജീവിതത്തിലെ ഓരോ നിർണായക നിമിഷത്തിലും ഓരോ ചുവടുവെപ്പിലും നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള, നമ്മുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അന്വേഷിക്കുക, അത് നിറവേറ്റാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യോസേഫിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട്. യോസേഫ് സഹോദരന്മാരോട് എന്താ പറയുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞതൊന്നുമല്ല. നോക്ക, സാധാരണഗതിയിൽ മനുഷ്യർക്കുണ്ടാകുന്നത് പ്രതികാര ചിന്തയാണ്. എന്നെ അടിമയാക്കി വിറ്റവനല്ലേ അവൻ ഞാനൊരു പാഠം പഠിപ്പിക്കും, എന്നെ ദ്രോഹിച്ചവനല്ലേ അവനെ ഞാൻ കണക്കിന് കൊടുക്കും, എനിക്ക് 10 കിട്ടിയെങ്കിൽ ഞാൻ 100 കൊടുത്തിരിക്കും. ഈ വക ഭീകര ചിന്തകളൊക്കെയാണ് പലപ്പോഴും മനുഷ്യർ ഭരിക്കുന്നത്. പക്ഷേ യോസേഫ് എന്താ പറഞ്ഞത്? ഇതെങ്ങനെ ഞാൻ ശരിയാക്കുന്നല്ല. അയ്യോ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ, സങ്കടപ്പെടല്ലേ. യോസേഫിൻ്റെ സങ്കടമെന്ന് പറയുന്നത് സഹോദരന്മാർ സങ്കടപ്പെടുന്നു. അവനെ അടിമയാക്കിയ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷയ്ക്ക് വിധിച്ച സഹോദരന്മാർ സങ്കടപ്പെടുന്നു, പേടിക്കുന്നു എന്നുള്ളതാണ്.
എത്ര നിഷ്കളങ്കമായ മനസ്സാണെന്ന് നോക്കുക. എത്ര നിഷ്കളങ്കമായ മനസ്സാണെന്ന് നോക്കുക. ദുരന്തങ്ങളെ അനുഗ്രഹമാക്കാനുള്ള രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നിഷ്കളങ്കനായിരിക്കുക എന്നുള്ളതാണ്. അതല്ലേ ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, വെടിപ്പുള്ളൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിന്റെ സോപ്പായാൽ എൻ്റെ മേൽ തെളിക്കണമേ, അതിനാൽ ഞാൻ വെടിപ്പാക്കപ്പെടും. അപ്പോൾ നിഷ്കളങ്കനായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ദൈവത്തോടും മനുഷ്യനോടും വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ പാഠം നമുക്ക് കാണാം. പൊത്തിഫോറിൻ്റെ ഭാര്യ യുവാവായ യൗസേഫിനെ കണ്ട് വളരെ മോഹിച്ചു. അവൾക്ക് ആഗ്രഹം അടക്കാൻ കഴിയാതെയായി. പല പ്രാവശ്യം അവൾ യൗസേഫിനെ സ്വീകരിച്ചു. അപ്പോൾ അവൻ പറയുന്നൊരു മറുപടിയുണ്ട്: ദൈവത്തിനും എൻ്റെ യജമാനനും വിരുദ്ധമായി ഞാനൊരു പാപവും ചെയ്യില്ല. കഴിക്കുന്ന ആഹാരമല്ലാതെ എൻ്റെ യജമാനൻ യാതൊന്നും അറിയുന്നില്ല. പക്ഷെ കൃത്യമാണ്, യൗസേഫ എല്ലാം ചെയ്യുന്നത്. പൂട്ടും താക്കോലും കണക്കും കാശും സകലതും അവൻ്റെ കയ്യിലാണ്. പൊത്തിഫോറിൻ്റെ കയ്യിലൊന്നുമില്ല. അവൻ വന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, അത്രമാത്രം. 100% പൊത്തിഫോർ യൗസേഫിനെ വിശ്വസിച്ചു. ആ 100%-ൽ 1000 ഇരട്ടി യൗസേഫ് പൊത്തിഫോറിനോട് വിശ്വസ്തനായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ദൈവത്തിന് വിരോധമായ പാപം ചെയ്യില്ല. അവൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും ഓരോ നിമിഷത്തിലും ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് യൗസേഫ് ജീവിച്ചത്. അവൻ അടിമത്തമെന്ന വലിയ ദുരന്തം കടന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മഹാനായ മന്ത്രിയെ തീർന്നു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചതാണ് ദുരന്തങ്ങളുടെ വാതിലുകളെ എങ്ങനെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങളാക്കാം. ഒന്നാമത്, നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യത്തിലും, ജീവിതത്തിലെ ഓരോ പ്രധാന നിമിഷങ്ങളിലും നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമുക്കുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് അന്വേഷിക്കുക, ആലോചിക്കുക, അത് നിറവേറ്റാനായി പ്രവർത്തിക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിഷ്കളങ്കനായിരിക്കുക. ദാവീദിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ദൈവമേ, വെടിപ്പുള്ളൊരു ഹൃദയം തരണമേ, വെടിപ്പുള്ള നന്മയുള്ളൊരു ഹൃദയം. മൂന്നാമത്തത്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ വിശ്വസ്തനായിരിക്കുക. യൗസേഫ് പറഞ്ഞു, ദൈവത്തിനും എൻ്റെ യജമാനും എതിരായി ഞാനൊരു പാപം ചെയ്യില്ല. ദുരന്തങ്ങളുടെ ഗുഹാമുഖങ്ങൾ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. അനുഗ്രഹങ്ങളുടെ വാതിലുകളായിട്ട് നമുക്കവയെ രൂപാന്തരപ്പെടുത്താം. ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ചാനൽ, എൻ്റെ ഈ പ്രസംഗം ഇഷ്ടമായെങ്കിൽ അത് കഴിയുന്നത്ര ആളുകൾക്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ പ്രസംഗങ്ങൾ കുറേ കൂടെ ഫലപ്രദമാക്കാൻ സഹായിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.